കേറ്റഡ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം അറിഞ്ഞിരിക്കണം. ചോദ്യം ഇതാണ്: ഹൂ പ്രപ്പോസ് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരമാണ് ഹവാർഡ് ഗാർണർ. ഇനി അദ്ദേഹം ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കിയാലോ. ഒന്നാമത്തെ പോയിന്റ് ആണ് 1983 അമേരിക്കൻ ജ്ഞാനനിർമ്മിതിവാദിയായ ഹവാർഡ് ഗാർണറാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആവിഷ്കരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ബുക്കാണ് ഫ്രെയിംസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മനസ്സിന്റെ ചട്ടക്കൂട്. ഈ പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ആശയത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബുദ്ധി എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നതിനോ ഒന്നോ അതിലധികമോ വിലമതിക്കപ്പെടാവുന്ന ഉൽപ്പന്നങ്ങൾ രൂപം കൊടുക്കുന്നതിനുള്ള ശേഷിയോ ആകാം. ഇനി അദ്ദേഹം ഫ്രെയിംസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മനസ്സിന്റെ ചട്ടക്കൂട് എന്ന പുസ്തകത്തിൽ ഒരു വ്യക്തിക്ക് സ്വതന്ത്രമായ 7 ബുദ്ധിശക്തികൾ ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരമുള്ള 9 തരം ബുദ്ധി ഏതൊക്കെയാണെന്ന് നോക്കാം. 9 ബുദ്ധികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ബുദ്ധി വിഷ്വൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ദൃശ്യസ്ഥലപരമായ ബുദ്ധി. രണ്ടാമത്തത് വെർബൽ ഇന്റലിജൻസ് ഭാഷാപരം അല്ലെങ്കിൽ വാചികപരമായ ബുദ്ധി. മൂന്നാമത് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് യുക്തിചിന്തന അല്ലെങ്കിൽ ഗണിതപരമായ ബുദ്ധി. നാലാമത്തത് ബോഡിലി അല്ലെങ്കിൽ കൈനസ്തെറ്റിക് ഇന്റലിജൻസ് കായികപരമായ അല്ലെങ്കിൽ ചാലകപരമായ ബുദ്ധി. അഞ്ചാമത്തത് മ്യൂസിഷ്യൽ ഓർ റിതമിക് ഇന്റലിജൻസ് ഇതാണ് സംഗീതാത്മകമായ അല്ലെങ്കിൽ താളാത്മകമായ ബുദ്ധി. അടുത്തത് വ്യക്തിയാന്തര ബുദ്ധി എന്നറിയപ്പെടുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. വ്യക്തിയാന്തര ബുദ്ധി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇനി ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇനി പ്രകൃതിപരമായ ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. അടുത്തത് അസ്തിത്വപരമായ ബുദ്ധി എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? തീർച്ചയായും ഈ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. ഇത് പരീക്ഷകളിൽ ചോദിച്ച് ആവർത്തിച്ചു കണ്ടിട്ടുണ്ട്.